ആർക്കാണ് ഈ വരുന്ന റമദാനിൽ ജീവിക്കുമെന്ന് പറയാൻ ഉറപ്പുള്ളത്? ഒരു ഉറപ്പുമില്ലാത്ത പാവങ്ങളാണ് നമ്മൾ. ഉമറാക്കൾ എവിടെയുണ്ട്? ഞാൻ അവർക്ക് ഇരുത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത്, എപ്പോഴും എന്തും സംഭവിക്കാം. ഒരു കാലത്ത് പരിശുദ്ധമായ റജബ് മുഴുവനും നമ്മുടെ അരികിൽ നിന്ന് കഴിഞ്ഞുപോയെങ്കിൽ വിധിയുണ്ട് എങ്കിൽ അടുത്ത കൊല്ലം വരും എന്ന പ്രതീക്ഷ നമുക്ക് പറയാനുണ്ടെങ്കിൽ ഒരു ഉറപ്പുമില്ല സഹോദരങ്ങളെ, ഒരു ഉറപ്പുമില്ല. നമുക്ക് പല ആളുകളുടെ മരണങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും മയ്യിത്ത് നിസ്കരിക്കുമ്പോഴും മയ്യിത്തിന്റെ കൂടെ പോകുന്ന സമയം ഖബറുകൾ ചെന്നുകൊണ്ട് മിൻഹാ ഖലഖ്നാക്കും മണ്ണ് ആ ഖബറിലേക്ക് വലിച്ചിടുന്ന ഘട്ടത്തിലും പടച്ചവനെ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളത്തെ രാത്രി എന്നെ ഖബറിൽ വെച്ചിട്ട് ഇതുപോലെ നാട്ടിലുള്ളവർ മണ്ണ് വലിച്ചെറിയുന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിലോ, ഈ ഒരു ഓർമ്മ മനുഷ്യനിക്ക് വരുന്നില്ല. ഞാനടക്കമുള്ള നമ്മുടെ കഥകളാണ്. നഊദു ബില്ലാഹ്. പഴയ കാലത്ത് ചില അടയാളങ്ങൾക്കുണ്ടായിരുന്നു മരണത്തിനും മറ്റുമൊക്കെ. ഇപ്പോൾ ഒരുവിധ അടയാളമോ ഒന്നുമില്ല. ഇന്നലെ നല്ലതുപോലെ നല്ല പ്രഭാഷണം നടത്തുന്ന വല്ലാത്ത മുവഫഖായ ഒരു പണ്ഡിതനാണ് മസ്ഊദ് സഖാഫി, ഹാഫിള് ഗൂഡല്ലൂര് മസ്ഊദ് സഖാഫി എന്ന ആ യുവ പണ്ഡിതൻ. നല്ല തഖ്വയുള്ളൊരു വാഇദാണ്, തഖ്വയുള്ളൊരു പണ്ഡിതനാണ്, മുഖ്ലിസായൊരു മുദരിസാണ്. എത്ര കഴിവുള്ള ഒരു യുവ പണ്ഡിതനാണ്. ഇന്നലെ ദേവർശോല 3ാം ഡിവിഷനിലാണ് പ്രഭാഷണം. പാടന്തറ മർക്കസിന്റെ തൊട്ടടുത്ത് ആ പ്രഭാഷണം നടത്തിയ യുവ പണ്ഡിതൻ ഇന്ന് കാസർഗോഡ് ജില്ലയിലാണ് പ്രഭാഷണം ഏറ്റിട്ടുള്ളത്. ഇന്നലെ ഈ സമയം പ്രഭാഷണം നടത്തിയുന്ന ഘട്ടം, അത് കഴിഞ്ഞിട്ട് കാസർഗോട്ടേക്ക് പോകാൻ ഒരുങ്ങുന്ന പണ്ഡിതമുത്ത്. പക്ഷേ ഒരു കുഴപ്പമില്ല, നേരം വെളുക്കുന്നത് വരെ ഒരു പ്രശ്നവുമില്ല, ഒരടയാളമില്ല. ബഹുമാനപ്പെട്ടവരുടെ കുടുംബമൊക്കെ ഗൂഡല്ലൂരിൽ താമസിക്കുന്നുണ്ട്. ഒരു പെങ്ങള് നമ്മുടെ സ്ഥാപനത്തിന്റെ തൊട്ടടുത്താണുള്ളത്. ആ വീട്ടിലൊക്കെ പോയി പ്രഭാഷണം കഴിഞ്ഞ് വഅള് കഴിഞ്ഞ് ആ വീട്ടിലൊക്കെ പോയി എല്ലാ കുടുംബങ്ങളോടും സന്തോഷത്തോടെ തമാശയും സന്തോഷമൊക്കെ നടത്തി പറഞ്ഞ് വീട്ടിലേക്ക് പോയി. പ്രഭാതത്തിന് മുമ്പ് വീട്ടിലെത്തി. വല്ല കുഴപ്പമുണ്ടോ സഹോദരങ്ങളെ? എത്ര നല്ല മുവഫഖായ ഒരു പണ്ഡിതനാണ്, ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ നേരം വെളുത്തു മരണപ്പെട്ട വിവരമാണ് നമ്മളൊക്കെ കേൾക്കുന്നത്. ഒരു ചെറിയ അടയാളമെങ്കിലും ഇല്ല.